ഹായ്, ഞാൻ നിങ്ങളുടെ രമ ചേച്ചി. ഞാനിന്നൊരു രസം വെക്കാനാണ് ഒരുങ്ങുന്നത്. രസം ഞാൻ ഇതിനു മുമ്പേ 2 ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇടുന്നത് പനിക്കൂർക്ക കൊണ്ടുള്ള ഒരു രസമാണ്. പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മള് ഈ പനിക്കൂർക്ക ഇട്ട് രസം വെച്ച് വെറുതെ ഒന്ന് കുടിക്കണം. അത് നല്ല ഒരു പ്രത്യേക രസവും ടേസ്റ്റുമാണ്. അതുപോലെ ഉള്ളി 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു ഉരുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ജീരകം എടുക്കണം. മുളക് പൊടി, കുരുമുളക് പൊടി, പുളി, കായം, ആവശ്യത്തിന് വെള്ളം, വെളിച്ചെണ്ണ, ഈ പനിക്കൂർക്ക ഇല പിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. പനിക്കൂർക്കയുടെ ഈ മൂടൊക്കെ നല്ലതാണ്. ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലിട്ട് വഴിച്ചി എടുക്കാം. ഇതിങ്ങനെ ചതയ്ക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഉള്ളി, വെളുത്തുള്ളി, ജീരകം കുറച്ച് മതി. ഇത്രയിട്ട് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ചതയ്ക്കരുത്. ഈ ഇടിയല്ലിൽ വെച്ച് ഇതുപോലെ ചതച്ചെടുക്കണം. എല്ലാം ചതച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് രസം തയ്യാറാക്കണം. സ്റ്റവ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കടുക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുക്കണം. ഒരല്പം ജീരകം മണത്തിന് വേണ്ടി. കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിലോട്ട് ഈ ചതച്ച് വെച്ചിരുന്ന ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഇളക്കണം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ പനിക്കൂർക്കയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. പിന്നെ തീ കുറച്ച് വെച്ച് കൊടുക്കുക. 1 സ്പൂണ്, ചെറിയ സ്പൂണായിട്ടാണ് 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത്, മല്ലിപ്പൊടി 1 സ്പൂണ് മല്ലിപ്പൊടി കൊടുത്ത് ഇതൊന്ന് ചൂടാക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. തീ കൂട്ടി വെച്ച് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കുരുമുളക് അത് ചെറിയൊരു സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തു. പുളി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. പുളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അല്ല, പലർക്കും പല രീതിയിലാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കായം ചേർത്ത് കൊടുക്കും. നല്ല മണവും ഗുണവും ഉള്ളതാണ് ഈ കായം. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കുമ്പോഴല്ല ഒരു കൊഴുപ്പ് പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. പനിക്കൂർക്ക രസം റെഡിയായി. നല്ല ടേസ്റ്റുള്ള ഒരു രസമാണിത്. ഈ രസം നമ്മൾ ഒരു ദിവസം ഇത് ചെയ്ത് കഴിക്കുമ്പോൾ മറ്റുള്ള രസത്തിനോട് വലിയ താല്പര്യം തോന്നില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു മണം ഒരു പ്രത്യേക ഒരു മണമാണ്. ആ ജീരകത്തിന്റെയും പനിക്കൂർക്കയുടെയും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പ്രത്യേക ഒരു മണമാണ്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ രസം റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. നല്ല ഗുണമുള്ള ഒരു രസമാണിത്. ഇതിലിപ്പോ നമ്മൾ കൂടുതൽ ചേർത്തിട്ടുള്ളത് പനിക്കൂർക്കയില. പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ നവരയല്ല. ഇതുപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇത് നിങ്ങൾ നോക്കി ചെയ്ത് കഴിച്ചതിന് ശേഷം എനിക്ക് കമൻസ് ചെയ്യണം.